ഗുഡ്നസ് ടി വി ചാനലിൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാട് 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠന വിചിന്തന വിഷയമാക്കിയത്. അവസാനം നമ്മൾ സ്വർഗീയ ആലയം തുറക്കപ്പെടുന്നതും ഉടമ്പടിയുടെ പേടകം ദൃശ്യമാകുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ഉടമ്പടിയുടെ പേടകത്തെ നമ്മൾ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ പഴയ നിയമത്തിലുള്ള ഉടമ്പടി അത് കാലഹരണപ്പെട്ടു. ഇതാ ക്രിസ്തുവിൽ ആ പുതിയ ഉടമ്പടി യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അപ്പോൾ ഉടമ്പടി അർത്ഥമാക്കുന്ന അല്ലെങ്കിൽ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആ നിയമഫലകങ്ങൾ, അഹ്റോൻ്റെ വടി അല്ലെങ്കിൽ മന്ന, അതൊക്കെ പ്രതീകാത്മകമായിട്ട് യേശുവിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്ന് നമ്മൾ കണ്ടു. അവിടുന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. യേശു തന്നെയാണ് മഹാപുരോഹിതൻ. അവിടുന്നില്ലാതെ വേറെ മഹാപുരോഹിതനില്ല. അവിടുന്ന് തന്നെയാണ് ജീവൻ്റെ അപ്പം. അപ്പോൾ ഉടമ്പടിയുടെ പേടകം ദൃശ്യമായി എന്ന് പറയുമ്പോൾ യേശുവിൽ ദൈവം കൊണ്ടുവരുന്ന ആ രക്ഷ യാഥാർത്ഥ്യമായി എന്ന് തന്നെയാണ്. ഇപ്പോൾ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു വിവരണമാണ് വെളിപാടിൻ്റെ ഏകദേശം കേന്ദ്രഭാഗത്ത് 22 അധ്യായങ്ങളിലുള്ള പുസ്തകത്തിൽ 11-ാം അധ്യായത്തിന് അവസാനം എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ കേന്ദ്രഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ആ കേന്ദ്രഭാഗം ഒരു അച്ചുതണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്: യേശുവിൽ ആ ഇതുവരെ ജനതകൾ സ്വപ്നം കണ്ടിരുന്ന ആ രക്ഷ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നോക്കുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ആ ഒരു ഭാഗം, 19-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം: മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അപ്പോൾ ഈ വിവരണത്തിന് ശേഷം കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഇതൊക്കെ മിന്നൽ പിണരുകളും എല്ലാം അതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അത് ദൈവ പ്രത്യക്ഷത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നത് സീനായി ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഇവിടെയും വെളിപാട് ഗ്രന്ഥകാരൻ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരു ദൃശ്യവും ആ സീനായി ഉടമ്പടി തന്നെയാണ്. അപ്പോൾ ഈ ദൈവം ഇസ്രായേൽ ജനത്തോട് ചെയ്ത ആ ഉടമ്പടി ഇവിടെ നവീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൽ യാഥാർത്ഥ്യമാക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണ ഉത്ഥാനത്തിൽ ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഉത്ഥാനം യുഗാന്തത്തിൻ്റെ ഒരു തുടക്കം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്വർഗത്തിൽ ദേവാലയം തുറക്കപ്പെടുന്നതും ഉടമ്പടിയുടെ പേടകം ദൃശ്യമാകുന്നതെല്ലാം ക്രിസ്തുവിൽ സ്ഥാപിതമാകുന്ന പുതിയ ഉടമ്പടിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് പറയാം, ക്രിസ്തുവിലാണ് ഉടമ്പടി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഈ പെസഹ രഹസ്യത്തിലൂടെ നമുക്ക് മനുഷ്യകുലത്തിന് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം സാധ്യമാകുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ പെസഹ രഹസ്യം, അപ്പോൾ അത് നമ്മൾ കണ്ടല്ലോ 1-ാം അധ്യായത്തിൽ ആ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആ പദം വിശകലനം ചെയ്തതാണ്, കർത്തൃദിനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ അവിടുത്തെ പെസഹ രഹസ്യം അത് തന്നെയാണ് വെളിപാടിലെ ആ ഒരു മിസ്റ്റിക്കൽ ദർശനത്തിൻ്റെ തന്നെ ഒരു കേന്ദ്ര ദർശനമായിട്ട് ഉള്ളത്. അപ്പോൾ ഈ പെസഹ രഹസ്യത്തിലൂടെ ഓരോ വിശ്വാസിക്കും ദൈവത്തിലേക്ക് ഉള്ള ആ പ്രവേശനം സാധ്യമായിരിക്കുന്നു. ഇനി ക്രിസ്തുവിൽ ഏവർക്കും ദൈവത്തെ ദർശിക്കുവാനും ദൈവമായിട്ടുള്ള ഐക്യവും സാധ്യമാണ്. അപ്പോൾ നമ്മൾ 6-ാമത്തെ ആ കാഹളത്തിന് ശേഷം 7-ാമത്തെ കാഹളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ആ ചരിത്രത്തിൻ്റെ ആ ഒരു പരിസമാപ്തിയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എങ്കിലും ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ഈ യാത്ര, ഈ ചരിത്രപ്രയാണം അത് പൂർത്തിയാകുവാനായിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഇവിടെ
നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അത് ഞാൻ നൽകേണ്ട സാക്ഷ്യം തന്നെയാണ്. അപ്പോൾ 11-ാം അധ്യായത്തിലെ കേന്ദ്ര ആശയം ആരാധന സമൂഹം സാക്ഷ്യം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് യേശുവിൻ്റെ കുരിശുമരണ ഉത്ഥാനം നമ്മൾ കാണുന്നു. ഇനി അത് പൂർത്തിയാകുന്നത് നമ്മുടെയൊക്കെ സാക്ഷ്യം വഴിയായിട്ടാണ്. അതായത് ചരിത്രത്തിൽ യേശു തുടരുന്ന ആ ദൗത്യം, ചരിത്രം നവീകരിക്കുന്ന ദൗത്യം, അതിൽ പങ്കുചേരുക എന്നതാണ് ആരാധന സമൂഹത്തിൻ്റെ ധർമ്മം. അത് നമ്മുടെ സാക്ഷ്യം വഴിയായിട്ട് തന്നെയാണ്. അപ്പോൾ സ്വജീവിതത്തിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന സമൂഹമാണ് ദൈവജനം എന്ന് വെളിപാട് ഗ്രന്ഥം 2 സാക്ഷികളുടെ പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ ആരാധന സമൂഹത്തെ ഈ 7-ാമത്തെ കാഹളം ഒരു സ്വർഗീയ തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തങ്ങൾ നൽകുന്ന ആ സാക്ഷ്യം അത് ലോകത്തിൻ്റെ തന്നെ നവീകരണത്തിന് കാരണമായി തീരുന്നു എന്നുള്ള ആ വലിയ ഒരു ബോധ്യം നൽകുന്നു. അപ്പോൾ തങ്ങളുടെ ആ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന എടുക്കുന്ന ഓരോ ചുവടുവയ്പ്പും അത് ഈ ലോകത്തിൻ്റെ തന്നെ നവീകരണത്തിന് കാരണമായി തീരുന്നു എന്നുള്ള ബോധ്യം ലഭിക്കുമ്പോൾ ഓരോ വിശ്വാസിക്കും, ഓരോ ക്രിസ്ത്യാനിക്കും തങ്ങളുടെ വിശ്വാസ ജീവിതം ആഴത്തിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ ഒരു ഉണർവ് ലഭിക്കും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു. ഇനി നമ്മൾ അടുത്ത 12-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്ന ഇടവേള 12-ാമത്തെ അധ്യായത്തിലും തുടരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ 11, 12 അധ്യായങ്ങൾ അത് 2 ഭാഗങ്ങളുടെ, ഒന്നിൻ്റെ അവസാന ഭാഗവും 2-ാമത്തിൻ്റെ ആരംഭ ഭാഗവുമാണെങ്കിൽ പോലും ഇത് രണ്ടും പരസ്പരം ഘടനാപരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഘടനാപരമായിട്ട് മാത്രമല്ല, പ്രമേയപരമായിട്ടും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്, അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഈ 11, 12 അധ്യായങ്ങളിലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ 2 അധ്യായങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയാൻ അതുവഴി നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ 11, 12 അധ്യായങ്ങളിൽ ദൈവജനം തന്നെയാണ് അതിൻ്റെ പ്രധാന കഥാപാത്രങ്ങൾ. 11-ാമത്തെ അധ്യായത്തിൽ അത് 2 സാക്ഷികളുടെ പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഇനി 11-ാമത്തെ അധ്യായത്തിൽ, 12-ാമത്തെ അധ്യായത്തിലാകട്ടെ അത് സ്ത്രീയുടെ പ്രതീകത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മളത് പിന്നീട് കാണും. ഈ പഴയ നിയമത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് ദൈവജനത്തെ സൂചിപ്പിക്കുന്നത് നമുക്ക് പിന്നീട് ഒന്നുകൂടി കാണാം. അപ്പോൾ നമ്മൾ ഈ വെളിപാട് 11, 12 അധ്യായങ്ങളിലുള്ള ചില ബന്ധങ്ങൾ, ശൈലി ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രതീകങ്ങൾ ഉള്ള ബന്ധങ്ങൾ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഇതിൽ സമാനങ്ങളായിട്ടുള്ള സംഖ്യകൾ കാണുന്നുണ്ട് ഈ 2 അധ്യായങ്ങളിൽ. 11, 12 അധ്യായങ്ങളിൽ കാണുന്നതാണ് 42 മാസം. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, 3.5 വർഷമാണ്. അതുപോലെ തന്നെ 1260 ദിവസം, അതും 42 മാസം അല്ലെങ്കിൽ അത് 3.5 വർഷം തന്നെ. പിന്നെ 3.5 വർഷം. പിന്നെ അതുപോലെ തന്നെ ഈ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന വേറൊരു പ്രയോഗമാണ് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എടുത്തിരിക്കുന്ന ഒരു പ്രയോഗമാണ്. അപ്പോൾ അതിൻ്റെയും അർത്ഥം 3.5 എന്ന് തന്നെയാണ്. ഒരു സമയങ്ങൾ എന്ന് വെച്ചാൽ അത് ഡ്യുവൽ ആണ്, അതായത് 2 സമയത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് ഹീബ്രു ഭാഷയിൽ. പിന്നെ സമയത്തിൻ്റെ പകുതി, അപ്പോൾ 3.5 എന്ന് വെച്ചാൽ 3.5 വർഷം. അപ്പോൾ ഈ സമയത്തെക്കുറിച്ചുള്ള സൂചനകൾ 2 അധ്യായങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം പ്രവാചകരുടെ സാക്ഷ്യം, അതുപോലെ തന്നെ സ്ത്രീക്ക് ലഭിക്കുന്ന സംരക്ഷണം, അത് രണ്ടും ഒരേ കാലയളവാണ്, 1260 ദിവസം. അപ്പോൾ സാക്ഷ്യം നൽകുന്ന കാലയളവ് 1260 ദിവസം, സ്ത്രീക്ക് സംരക്ഷണം ലഭിക്കുന്ന സമയം
1260 ദിവസം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ തുടർന്ന് കാണുന്നതാണ്. ഇനി അതുപോലെ തന്നെ വേറെ ഒരു പ്രയോഗമാണ് ഈ 2 സാക്ഷികൾ ചാക്കുവസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സ്ത്രീ സൂര്യനെ ഉടയാടയാക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ഇപ്പോൾ രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രയോഗം ഗ്രീക്ക് ഭാഷയിൽ ഒന്ന് തന്നെയാണ്, പേര് ബെബ്ലാമിനെ. പിന്നെ അതുപോലെ തന്നെ ദൈവജനത്തെക്കുറിച്ച് പറയുന്ന ആശയങ്ങളും 2 അധ്യായങ്ങളും തുടരുന്നുണ്ട്. ഇപ്പോൾ 2 പ്രവാചകർ നൽകുന്ന ആ ഒരു സാക്ഷ്യം അത് സ്ത്രീയുടെ പ്രതീകത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ 2 പ്രവാചകർ 2 സാക്ഷികൾ സാക്ഷ്യം നൽകുന്നു. ഇനി അത് 12-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വേറെ വ്യത്യസ്തമായ രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. എങ്ങനെയാണ് സ്ത്രീ സാക്ഷ്യം നൽകുന്നത്? സ്ത്രീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആരാണ് ഈ ആൺകുഞ്ഞ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്രിസ്തു തന്നെയാണ്. അപ്പോൾ സ്ത്രീ നൽകുന്നത് ആരെയാണ്? ക്രിസ്തുവിനെയാണ്. അതുതന്നെയല്ലേ സാക്ഷ്യം നൽകുക എന്ന് പറയുന്നതിൻ്റെയും അർത്ഥം. ഇപ്പോൾ സാക്ഷ്യം നൽകുക എന്ന് പറയുമ്പോൾ യേശുവിനെ നൽകുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ആ ഒരു ആശയം ഇവിടെ 2 അധ്യായങ്ങളിലും കാണുന്നു. പിന്നെ അതുപോലെ തന്നെ സാക്ഷികൾ നേരിടുന്ന പീഡനം അത് 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സാക്ഷികൾ അവർ പീഡിപ്പിക്കപ്പെടുന്ന, അവർ വധിക്കപ്പെടുന്ന കാണുന്നു. പിന്നീട് അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ വിവരണത്തിൽ സ്ത്രീ ഈ സർപ്പത്താൽ ആക്രമിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ആ സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയുടെ ശിശുവിനെ ഒഴുക്കിക്കളയാനായിട്ട് വ്യാളി ജലം പുറപ്പെടുവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഈ സ്ത്രീ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു പീഡനം തന്നെയാണ്. അപ്പോൾ ദൈവജനത്തിൻ്റെ ഒരു പ്രതീകം ഈ 2 അധ്യായങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 2 വ്യത്യസ്ത മുഖങ്ങളാണ് ഈ 11, 12 അധ്യായങ്ങളിൽ കാണുന്നത്. 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ദൈവജനത്തിൻ്റെ ആ ദൗത്യം എന്ന് പറയുന്നത് സാക്ഷ്യം നൽകുക എന്നതാണ്. അപ്പോൾ ഈ സാക്ഷ്യം നൽകുന്ന ഈ ജനത്തിന് ലഭിക്കുന്ന ദൈവിക സംരക്ഷണമാണ് 12-ാമത്തെ അധ്യായത്തിൽ ഉള്ളത്. അപ്പോൾ 2ഉം പൂരകമാണെന്ന് പറയാം. സാക്ഷ്യം നൽകുവാനായിട്ട് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ദൈവം ഈ സാക്ഷ്യം നൽകുന്ന ഈ സഭയെ സംരക്ഷിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൽ പങ്കുചേരുന്നവർക്ക് തിന്മയുടെ ശക്തികളിൽ നിന്ന് ദൈവം സംരക്ഷണം നൽകുന്നതാണ് സ്ത്രീയുടെ വിവരണത്തിലെ മുഖ്യ പ്രമേയം. അപ്പം അത് വ്യത്യസ്ത പ്രതീകങ്ങളിലൂടെ ഇവിടെ അവതരിപ്പിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് 12-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ ഈ സ്ത്രീയെ അവളെ പോറ്റുന്നതിന് തയ്യാറാക്കിയ സ്ഥലം എന്ന് പറയുന്നുണ്ട്. അവളെ സംരക്ഷിക്കുന്ന, അവളെ പോറ്റുന്ന ആ ഒരു സ്ഥലം, അപ്പം അത് ദൈവിക സംരക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ സർപ്പത്തിൽ നകലെ പോറ്റപ്പെടുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴുകൻ്റെ ചിറകുകളിൽ വഹിക്കുന്നു എന്നും 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തെക്കുറിച്ചുള്ള പല സൂചനകളും ഈ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ ഇവിടെ ഈ 3.5 വർഷം എന്ന് പറയുന്നത് 1260 ദിവസം എന്ന് പറയുന്നത് അത് പ്രവാചകരുടെ സാക്ഷ്യം നൽകുന്ന കാലയളവാണ്. അതുപോലെ തന്നെ ഈ സാക്ഷ്യം നൽകുന്ന സഭയ്ക്ക് ദൈവം നൽകുന്ന സംരക്ഷണത്തിൻ്റെ കാലയളവ് കൂടിയാണ്. ഇപ്പോൾ ഈ 2 അധ്യായങ്ങളും ഇതുപോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ആരാധന സമൂഹത്തെ ഉദ്ദേശിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങളാണ് ഈ 2 അധ്യായങ്ങളിൽ ഉള്ളത്. ഇനി നമുക്ക് 12-ാമത്തെ അധ്യായത്തിൻ്റെ കുറച്ചുകൂടി പ്രത്യേകതകൾ നമുക്ക് കാണാം. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ 12-ാം അധ്യായം അത് 2ാം ഭാഗത്തിൻ്റെ പ്രാരംഭ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ കാണുന്ന 2 പ്രതീകങ്ങൾ, ഒന്ന് സ്ത്രീയുടെയും
മറ്റൊന്ന് വ്യാളിയുടെയുമാണ്. അപ്പോൾ സ്ത്രീയുടെയും വ്യാളിയുടെയും, വ്യാളി അത് തിന്മയുടെ ശക്തി തന്നെയാണ്. അപ്പോൾ ഇവിടെ 11-18 ഇവിടെ നമ്മൾ കണ്ടു, ദൈവജനത്തിന് പ്രതിഫലം നൽകാനും അതുപോലെ തന്നെ തിന്മയെ നശിപ്പിക്കുവാനും സമയമായി എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തിന്മയുടെ ശക്തികളെ അവതരിപ്പിക്കുന്നത്. ഇനി തുടർന്ന് ഇത് 13-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്ന ആ മൃഗത്തിൻ്റെ ചിത്രമുണ്ട്. അതുമായിട്ട് ഈ വിവരണം ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ 12-ാമത്തെ അധ്യായം പിന്നീട് 2-ാം ഭാഗത്ത് വിവരിക്കപ്പെടുന്ന തിന്മകളുടെ ശക്തികളുടെ വിവരണത്തിൻ്റെ ഒരു പ്രാരംഭമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാധാന്യം അത് തുടർന്ന് വരുന്ന ഭാഗത്തിൻ്റെ ഒരു പ്രാരംഭ രംഗം എന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ തിന്മയുടെ ശക്തികളെ ഇവിടെ 12-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഭൂമിയിലെ എല്ലാ തിന്മയുടെയും പിന്നിൽ സാത്താൻ്റെ ശക്തിയാണ് ഉള്ളത്. അപ്പോൾ അത് പിന്നീട് വ്യത്യസ്ത തലങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. സാത്താൻ്റെ സഹായികളായിട്ട് മൃഗവും പിന്നെ വ്യാജപ്രവാചകനും പിന്നെ അതുപോലെ തന്നെ ബാബിലോണുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം പടിപടിയായിട്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഇവിടെ അവതരിപ്പിക്കും. അപ്പോൾ തിന്മയുടെ ശക്തികളെ അതിൻ്റെ തനി നിറത്തിൽ അവതരിപ്പിക്കുകയും അവയെല്ലാം പടിപടിയായിട്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്നതും ഇവിടെ വിവരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ തിന്മയുടെ ശക്തികൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് ഈ 2-ാമത്തെ ഭാഗത്ത്, വെളിപാടിലെ 2-ാമത്തെ ഭാഗത്ത് അത് വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 12-ാം അധ്യായം 1 മുതലുള്ള ഭാഗത്ത് അവിടെ അതിലെ മധ്യഭാഗത്ത് സാത്താൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലുമായിട്ട് യുദ്ധമുണ്ടായി, അത് പരാജയപ്പെട്ടു, സർപ്പമൊക്കെ പരാജയപ്പെട്ടു, അത് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ 13-ാം അധ്യായത്തിൽ മൃഗത്തിൻ്റെയും വ്യാജ പ്രവാചകൻ്റെയും ഒക്കെ വിജയം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് താൽക്കാലികമായിട്ടുള്ള വിജയമാണ്. ഇനി മൃഗത്തിൻ്റെ മുകളിൽ സവാരി ചെയ്യുന്ന ബാബിലോണിനെ നമ്മൾ കാണുന്നുണ്ട്. ആ വേശ്യ എന്ന് പറയുന്ന ആ ഒരു ബാബിലോൺ, വേശ്യയുടെ പ്രതീകത്തിൽ അവതരിപ്പിക്കുന്ന ആ ബാബിലോൺ എന്ന ആ സാമ്രാജ്യം, തിന്മയുടെ ആ സാമ്രാജ്യം, അത് ഈ മൃഗത്തിന് മുകളിൽ സഞ്ചരിക്കുന്നു എന്നാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് ഈ മൃഗം തന്നെ ഈ വേശ്യയെ കീഴടക്കുന്നതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ അവസാനം ഈ മൃഗവും വ്യാജപ്രവാചകനും കീഴടക്കപ്പെടുന്നതും അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇനി അവസാനം സാത്താൻ തന്നെ അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പിന്നെ അവസാനം മരണം തന്നെയും അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 12-ാമത്തെ അധ്യായത്തിൽ സ്ത്രീയുടെയും വ്യാളിയുടെയും, അതായത് തിന്മയുടെ ശക്തിയുടെയും ആ പ്രതീകങ്ങൾ അവതരിപ്പിക്കുന്ന വഴിയായിട്ട് ദൈവജനൻ അഭിമുഖീകരിക്കുന്ന ആ തിന്മയുടെ ആ ലോകത്തെ, പ്രപഞ്ചത്തെയാണ് ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ വിവരണത്തിൽ കാണുന്നൊരു അടിസ്ഥാനപരമായിട്ട് കാര്യം എന്താണ്? ഇതിൻ്റെ പ്രലോഭനം വളരെ ശക്തമാണ്. ഇത് വിജയിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു, നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ഇവയെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നത്, പരാജയപ്പെടുന്നത് നാം ഇവിടെ കാണുന്നു. അപ്പോൾ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ വഴിയായിട്ടാണ്. പക്ഷെ അതുകൊണ്ട് നാം ഇവയൊന്നും ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പോൾ മിന്നൽ പിണറുകളും ഇടമുഴക്കങ്ങളും ഒക്കെ കാണുന്നത് ആ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു സൂചന തന്നെയാണ്. അപ്പോൾ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിവരണം, തിന്മയുടെ ശക്തികൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നതിൻ്റെ വിവരണമാണ് 12-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് ആമുഖമായിട്ട് നമ്മൾ കണ്ടു, സ്വർഗത്തിൽ ദേവാലയം തുറക്കപ്പെട്ടു, അവിടെ ഉടമ്പടിയുടെ പേടകം ദൃശ്യമായി. അതായത് ദൈവം ഇതാ പ്രപഞ്ചത്തിൽ സന്നിധനായിരിക്കുന്നു, അവിടുന്ന് ഇടപെടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ക്രിസ്തുവിൽ അവിടുത്തെ ആ രക്ഷ അത് ആഗതമായി, അത് ഇതാ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരണം നമ്മൾ ഈ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്രയും ആ 12-ാമത്തെ അധ്യായത്തിൻ്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ
ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, 11, 12 അധ്യായങ്ങൾ പരസ്പരം ബന്ധിതമാണ്. കാരണം അത് ദൈവജനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. 11-ാം അധ്യായം ദൈവജനം സാക്ഷ്യം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ 12-ാം അധ്യായത്തിൽ പറയുന്നു ഈ സാക്ഷ്യം നൽകുന്ന സഭയ്ക്ക് അത്രയും കാലം മുഴുവൻ ദൈവം സംരക്ഷണം നൽകുന്നു എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നു. പിന്നീട് ഈ 12-ാം അധ്യായത്തിൽ സ്ത്രീയുടെയും, അതായത് ദൈവജനത്തിൻ്റെയും അതുപോലെ തന്നെ തിന്മയുടെയും ശക്തികൾ അവതരിപ്പിക്കുന്നു. പക്ഷേ ഈ തിന്മയുടെ ശക്തികൾ സാവധാനം ഈ ദൈവജനത്തിൻ്റെ സാക്ഷ്യത്താൽ, ദൈവത്തിൻ്റെ ഇടപെടലിനാൽ അത് പരാജയപ്പെടുന്നു, ഉന്മൂലനം ചെയ്യപ്പെടുന്നത് വിവരിക്കുന്നു. അപ്പോൾ ഈ ദൃശ്യത്തിൻ്റെ അവസാനം നമ്മൾ പുതിയ ജെറുസലേമിൻ്റെ ദൃശ്യത്തിലാണ് നമ്മൾ ചെന്ന് ചേരുന്നത്. ഇനി 12-ാമത്തെ അധ്യായത്തിൻ്റെ ഘടനയിലേക്ക് നമുക്കൊന്ന് കടക്കാം. 12-ാമത്തെ അധ്യായത്തിൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. 1 മുതൽ 6 വരെയുള്ള ഒരു ഭാഗം, അവിടെ പ്രധാന കഥാപാത്രം സ്ത്രീയും പിന്നെ വ്യാളിയുമാണ്. അപ്പോൾ 1260 ദിവസം ആ സ്ത്രീ പോറ്റപ്പെടുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് അവിടെ കൊടുത്തിരിക്കുക. പിന്നെ അതിന് ശേഷം 7 മുതൽ 12 വരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവരണമാണ്. അത് സ്വർഗത്തിലുള്ള ഒരു ദൃശ്യം. ഈ സാത്താനും സാത്താന ദൂതരും തമ്മിലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചൊക്കെ പറയുന്നു. പിന്നെ തുടർന്ന് ദൈവജനം ഇതിനെ കീഴടക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ 12 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ 3-ാമത്തെ ഭാഗം അത് 13 മുതൽ 18 വരെയുള്ളതാണ്. അവിടെ വീണ്ടും സ്ത്രീയെക്കുറിച്ചും ആ സ്ത്രീക്ക് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും സംരക്ഷണം ലഭിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ 1-ാമത്തെ ഭാഗവും 3-ാമത്തെ ഭാഗവും സമാനമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ കേന്ദ്രഭാഗത്ത് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗം. ഇത് ബൈബിളിൽ കാണുന്ന ഒരു ശൈലിയാണത്. അതായത് ഇതിൻ്റെ ഒരു ഘടനയെ അതിനെ കാസ്റ്റിക് സ്ട്രക്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ എ ബി എ ഡാഷ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എയും എ ഡാഷും, അപ്പോൾ സമാനമായിട്ടുള്ള ആശയം. പിന്നെ അതിൻ്റെ കേന്ദ്രഭാഗത്ത് ഉള്ള വേറൊരു ഭാഗം. അപ്പം അങ്ങനെയുള്ള ഒരു വിവരണത്തിൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാശയം ഇതിൻ്റെ കേന്ദ്രഭാഗത്ത് അവതരിപ്പിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിലെ 1-ാമത്തെയും 3-ാമത്തെയും ഭാഗത്തിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആ കേന്ദ്രഭാഗത്തുള്ള, അതായത് 7 മുതലുള്ള ആ ഭാഗത്ത് നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ നമ്മളത് ഇതിൻ്റെ വിവരണത്തിൽ, നമ്മൾ വിശദീകരണത്തിൽ നമ്മളതിലേക്ക് ഒക്കെ കടക്കും. അപ്പോൾ ഈ 2-ാമത്തെ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 1-ാമത്തെയും 3-ാമത്തെയും ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒക്കെ നമ്മൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ ആമുഖം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രാരംഭ ഭാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ ഇവിടെ ഉള്ള 2 പ്രധാനപ്പെട്ട പ്രതീകങ്ങൾ അത് നമുക്ക് ആമുഖമായിട്ടൊന്ന് കാണാം. ഒന്ന്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ത്രീയുടെ പ്രതീകം. എന്താണ് സ്ത്രീയുടെ പ്രതീകം അർത്ഥമാക്കുന്നത്? അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗുണേ എന്നുള്ള പ്രയോഗം, സ്ത്രീ എന്നുള്ള ആ പ്രയോഗം അത് പഴയ നിയമത്തിൽ ദൈവജനത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. സ്ത്രീ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയെ സൂചിപ്പിക്കുവാനായിട്ട് ഭാര്യ ഭർത്തൃ ബന്ധം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വൈവാഹിക ഉടമ്പടിയോട് സദൃശ്യമാണ് ദൈവവും മനുഷ്യകുലവുമായിട്ടുള്ള ഉടമ്പടി എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാചകർ ഈ ദൈവജനം ഈ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈ ഉടമ്പടി വധുവിനെ അല്ലെങ്കിൽ ദൈവജനത്തെ വിളിക്കുന്ന എന്താണ്? വേശ്യ എന്നാണ്. ഇപ്പോൾ പ്രവാചകർ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഈ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന്, ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറി പോകുന്നവരെ, ആ പോകുന്ന ജനതയെ വിശേഷിപ്പിക്കുന്നത് വേശ്യ എന്നാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ
ദൈവജനത്തെ സൂചിപ്പിക്കുവാൻ സ്ത്രീയുടെ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെയും ഈ 12-ാമത്തെ അധ്യായത്തിലും അത് ഒരു സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രഥമമായിട്ടും ഇത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ പ്രതീകമാണ്. ഇനി രണ്ടാമത്തേത് ഇവിടെയുള്ള മരുഭൂമിയുടെ പ്രതീകം. മരുഭൂമി എന്ന് പറയുന്നത് എന്താണ്? നമ്മെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇല്ലേ മരുഭൂമി. അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പഴയ നിയമത്തിൽ മരുഭൂമിക്ക് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമാണുള്ളത്. മരുഭൂമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലനം ഏറ്റവും ശക്തമായിട്ട് ഇസ്രായേൽ ജനത അനുഭവിച്ചറിഞ്ഞ ഇടമാണ് മരുഭൂമി. അപ്പം മരുഭൂമി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രതീകം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ സ്ത്രീ മരുഭൂമിയിൽ പോറ്റപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതുമായിട്ടാണ് ബന്ധപ്പെടുന്നത്? ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരുന്നു എന്നുള്ള ആ ഒരു അർത്ഥം തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രയോഗങ്ങൾ നമ്മൾ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. സ്ത്രീയുടെ ആ പ്രതീകം അത് പ്രഥമമായിട്ടും ദൈവജനത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. ഇനി മരുഭൂമി എന്ന് പറയുന്നത് അത് നമ്മെ ഭയപ്പെടുത്തുന്ന ഇടമല്ല, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഒരു ഇടമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് 12-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതേക്കുറിച്ച് കൂടുതൽ നമ്മൾ കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ.